ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓപ്പൺ ജീപ്പോ കണ്ടത് അല്ലേ? ഒരു ഭംഗിയില്ലേ കാണാന്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. നല്ല മഴയിൽ ഒരു ഡ്രൈവ് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരിക്കും. അത് ശരിക്കും നമ്മളത് ആസ്വദിക്കുക കൂടെ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഫീലിങ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ മഴയൊക്കെ ഒരുവിധമൊക്കെ തോർന്നിട്ടുണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ലൈഫിൽ ഇടയ്ക്കൊക്കെ ഉള്ളൂ ഇതേപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ കിട്ടുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെൻറ്റ്സൊന്നും ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഒന്നും മിസ്സാക്കരുത്. ഈ നിമിഷത്തിൽ ജീവിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇപ്പോഴത്തെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്നൊക്കെ ഒരു ചേഞ്ച്, ഇങ്ങനെയൊക്കെ ഒരു ഡ്രൈവിനൊക്കെ പോകുമ്പോൾ നല്ലൊരു ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ വീട് മണ്ണാർക്കാട് ആര്യമ്പാവാന്ന് അധികം പേർക്കും അറിയായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒറ്റപ്പാലം റൂട്ടിനാണ്. ഒറ്റപ്പാലം റൂട്ടൊക്കെ അധികം പേരും ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഡ്രൈവ് ചെയ്ത് എത്തിയിട്ടുള്ളത് ഷൊർണൂരാണ്. ഷൊർണൂർ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ഷൊർണൂർ ഒരു ഹോസ്പിറ്റലുണ്ട്, ഐക്കോൺസിൽ കുറച്ച് കാലം വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കവളപ്പാറ പാലസ്. ഇപ്പോൾ പാലസൊക്കെ ശോചനീയാവസ്ഥയിലാണ്. പാലസ് ഒക്കെ ഒന്ന് കാണാൻ പോയി. മഴയായതുകൊണ്ട് തന്നെ അകത്തൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ, പുറത്തുനിന്ന് കാണുകയും ചെയ്ത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. മഴയത്ത് കാണാൻ ഒന്നുകൂടെ ഭംഗിയാണത്. അതുപോലെ തന്നെ അമ്പലത്തിന് ചേർന്നിട്ട് തന്നെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. കാണാൻ അടിപൊളിയാണ്. ഈ മഴയിൽ ഒരു കുടയുടെ കീഴിൽ ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കണം. അത് ഒരു മൈൻഡ്ഫുൾനെസ് എന്നൊരു കോൺസെപ്റ്റാണത്. മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ ഈ നിമിഷത്തിലോട്ട് തുറന്നു വയ്ക്കുകയാണ് മൈൻഡ്ഫുൾനെസ്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം എൻജോയ് ചെയ്യാൻ കഴിയുക. അതായത് നമ്മളൊരു മൈൻഡ്ഫുൾനെസ്സിലാണെങ്കിൽ നമ്മൾ മുൻപ് കഴിഞ്ഞത് നമ്മൾ ആലോചിച്ചിട്ട് വറീഡാവില്ല. അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഒരു ടെൻഷനും ഉണ്ടാവില്ല. എന്താ പറയുക, മൈൻഡ്ഫുൾനെസ്സിലാവുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ മൈൻഡിന്. അതുപോലെ തന്നെ എന്തൊരു ടെൻഷനുണ്ടോ അതെല്ലാം അലിഞ്ഞ് ഇല്ലാണ്ടാവും. പിന്നെ നമ്മളൊരു കാറ്റത്ത് ഒരു അപ്പൂപ്പൻ താടിയൊക്കെ പറന്നു പോകുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരിക്കും മൈൻഡ്. എന്ത് കാര്യങ്ങളുണ്ടോ അത് നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ആ ഒരു മൊമെൻറ്റ് അവിടെ നമ്മളൊന്നും കാണാതെ പിന്നെ അപ്പുറത്ത് പോയിട്ട് അവിടെ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ഇതിലോട്ടല്ല വരേണ്ടത്. മൈൻഡ്ഫുൾനെസ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞോളണമെന്നില്ല. ഈ മൈൻഡ്ഫുൾനെസ്സിലോട്ട് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 1 മന്തൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലോട്ട് എത്താൻ സാധിക്കും. രാത്രിയായി. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് ചെറുതുരുത്തി പാലത്തിലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.